മാവടി കനിവിൻ്റെ നേതൃത്വത്തിൽ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പുത്തൂർ മാവടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കഴിഞ്ഞ ദിവസം മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. മാവടിയിൽ നടന്ന ക്യാമ്പിൽ 500-ൽ പരം ആൾക്കാർ പങ്കെടുത്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും അശ്വനി മഠം ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ആയുർവേദത്തിലെ 6 വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പ് നയിച്ചത്. ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കനിവ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെയും അശ്വനി മഠം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കുന്നത്തൂർ ഏരിയയുടെയും ഇതിലാണ്. ശരിക്കും സാധാരണ ഒരു മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ കാണാം, വളരെ വലിയ രീതിയിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ഇന്നത്തെ രോഗികൾക്കുള്ള മുഴുവൻ മെഡിസിൻസും നമുക്ക് ഇന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഏകദേശം 500ഓളം രോഗികൾക്കുള്ള മരുന്നുകളാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇവ തികച്ചും സൗജന്യമാണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ട്. അതായത് രോഗികൾക്കുള്ള എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഇപ്പം നമുക്ക് ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകളിൽ സിറപ്പുകൾ, കഷായം, അരിഷ്ടം, എണ്ണകൾ, അങ്ങനെ എല്ലാ മരുന്നുകളും ഉണ്ട്. നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ പലതായിട്ടുണ്ട്. ഇപ്പോൾ മാനസിക രോഗത്തിൻ്റെ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ജനറൽ മെഡിസിനിൽ നമുക്ക് 3 ഡോക്ടർമാരുണ്ട്. അതുപോലെ സ്കിൻ, കോസ്മെറ്റോളജി, വിഷൻ, നേത്രരോഗങ്ങൾ, അസ്ഥിരോഗം, സ്ത്രീരോഗം, അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്കാനിംഗ് ആണ്. 2 സ്കാനിങ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബോൺ ഡെൻസിറ്റി സ്കാനും പെരിഫറൽ ന്യൂറോപ്പതി സ്കാനിങ്ങും. ഈ 2 സ്കാനിങ്ങും തികച്ചും സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിജയ ഡയഗ്നോസ്റ്റിക് അവരുടെ സഹായത്തോടു കൂടി ലാബ് പരിശോധനകൾ നമ്മൾ സൗകര്യമായി നടക്കുന്നുണ്ട്. ഇതിനുശേഷം ഇവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന രോഗികൾക്ക്, അതായത് തീർച്ചയായിട്ടും ചികിത്സാ ചെലവുകൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് 1 വർഷത്തേക്ക് സൗജന്യ ചികിത്സയും നമ്മളിതിന് ഈ കനിവിനോട് ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പാലിയേറ്റീവ് രോഗികൾ വീട്ടിൽ പോയി അവർക്ക് 1 വർഷത്തേക്ക് സമ്പൂർണ്ണമായും സൗജന്യമായി ചികിത്സ ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെയേറെ ആൾക്കാർ ഇന്ന് ക്യാമ്പിന് വന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു 500ഓളം പേഷ്യൻസ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇനിയും പേഷ്യൻസ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള മെഡിസിൻസും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ക്യാമ്പിൽ നിന്നുണ്ട്. അശ്വനി മഠത്തിൽ ഹോസ്പിറ്റൽ അതെ, നമ്മുടെ പുതിയ ഹോസ്പിറ്റൽ നമുക്ക് ഏകദേശം 50 വർഷത്തോളമായി നമ്മുടെ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിലെ പുതിയ ബ്ലോക്കിൻ്റെ ഇനാഗുറേഷനാണ്. അടുത്ത മാസത്തേക്ക് പുതിയ ബ്ലോക്കിൻ്റെ ഇനാഗുറേഷൻ വരുന്നുണ്ട്. നമുക്കൊരു വലിയ ആയുർവേദത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വെച്ചിട്ടുള്ള വലിയൊരു ബ്ലോക്കിൻ്റെ ഇനാഗുറേഷൻ. അത് മാർച്ചിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ആറ്റുവശ്ശേരിയാണ്, പുത്തൂർ ആറ്റുവശ്ശേരിയിൽ തന്നെയാണ്. ആറ്റുവശ്ശേരിയിൽ തന്നെ. അപ്പോൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇനിയും നമ്മൾ പല മെഡിക്കൽ ക്യാമ്പുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രോഗികൾക്കെല്ലാം, ഇന്ന് വന്ന രോഗികൾക്കുള്ള എല്ലാ ഫോളോ അപ്പ് ചികിത്സകളും നമ്മൾ അശ്വനി മഠത്തിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റും എല്ലാം ഈ രോഗികൾക്കുള്ള ഫോളോ അപ്പ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ്. ഇന്ന് രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഗോപൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതാണ്ട് ഇപ്പോൾ തന്നെ 400-നടുത്ത് രോഗികൾ വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ട് അവരുടെ രോഗനിർണയം നടത്തുകയും അതിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ഏതാണ്ട് 14 ഡോക്ടർമാർ, വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ചികിത്സകൾക്ക് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അശ്വനി മഠം ആയുർവേദ ആശുപത്രിയാണ് ഈ ചികിത്സകൾ ക്രമീകരിക്കുന്നത്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് ഇതിനു വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. കനിവിൻ്റെ വോളണ്ടിയർമാർ ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നുമൊക്കെയായി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് സമിതികളുടെ എല്ലാം സഹായം ഇക്കാര്യത്തിൽ നമുക്ക് നന്നായി ലഭിച്ചിട്ടുണ്ട്. മാവടി മേഖലയിൽ കുളക്കട പഞ്ചായത്തിൽ നല്ല നിലയിൽ രോഗികൾക്ക് ആശ്വാസമാകുന്ന ഈ പരിപാടി എന്നത് തർക്കമറ്റ വസ്തുതയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് രോഗനിർണയം മാത്രമല്ല, തുടർ ചികിത്സ കൂടി ഞങ്ങളിവിടെ ഉറപ്പാക്കുകയാണ്. ഇവിടെ ഏറ്റവും അനിവാര്യരായിട്ടുള്ള 100 ആളുകൾക്ക് മരുന്നും തുടർ ചികിത്സയും വരുന്ന 1 വർഷക്കാലത്തേക്ക് കനിവ് ഉറപ്പാക്കുകയാണ്. കനിവിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാവിധമായ നന്മയും സന്തോഷവും നേരുകയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്.